ഇത് മലപ്പുറം ജില്ലയിലെ അരക്കുപറമ്പ്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്ന്. നാഗരികതയുടെ ആഡംബരങ്ങൾ ഇതുവരെ ബാധിക്കാത്ത നല്ല നാടും നല്ലവരായ നാട്ടുകാരും. തിരുവിതാംകൂറിന് അത്ര പരിചിതമല്ലാത്ത പൂതംകളിയെക്കുറിച്ച് അറിയാനാണ് അരക്കുപറമ്പിലെ കരിങ്കാളിക്കാവിൽ അമ്മയുടെ തട്ടകത്തിൽ ഇപ്പോൾ നിൽക്കുന്നത്. വള്ളുവനാടിൻ്റെ ഉത്സവകാലത്തിന് ആരംഭമായിക്കൊണ്ട് ഇന്ന് കരിങ്കാളിക്കാവിൽ അമ്മയുടെ മഹോത്സവമാണ്. ഈ അമ്പലമുറ്റം നിറയെ ഇന്ന് ഭൂതങ്ങൾ വന്ന് നിറയും. വ്രതാനുഷ്ഠാനങ്ങളോടെ കെട്ടിയാടുന്ന പെരുമണ്ണാൻ സമുദായത്തിൻ്റെ മാത്രം അവകാശമായ ഭൂതങ്ങൾ. ദാരുകാസുര നിഗ്രഹവുമായി ബന്ധപ്പെട്ട കഥയിൽ നിന്നാണ് ഭൂതം തിറ എന്ന അനുഷ്ഠാന കലയുടെ തുടക്കം. സർവൈശ്വര്യത്തിനായി ഓരോ വീടുകളിലും ഭൂതങ്ങൾ കയറിയിറങ്ങി അനുഗ്രഹങ്ങൾ ചുരിയുന്നു, അരിയിട്ട് അനുഗ്രഹിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞു സ്റ്റോറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക്, അഭീഷ്ടവരദായിനിയായ കരിങ്കാളിക്കാവിൽ അമ്മയുടെ തട്ടകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഭൂതവും തിറയും ഭൂതം മാത്രം. തിറ എന്ന് പറയുന്നത് വേറെ ഉത്തമത്തിലാണ്. ഇത് അനുഷ്ഠാനം ഇതാണോ? ഇത് നമ്മളെ കാരണന്മാരായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ഇതാണ്. പിതൃക്കളായിട്ട് നിങ്ങളുടെ തലമുറ ഇതിൻ്റെ ഇത് ചരിത്രം എന്താ? ഇതിൻ്റെ ഇത് നമ്മുടെ ഇത് നമ്മൾ ചെയ്യുന്നത് അമ്മ പുറപ്പെടുമ്പോൾ ഞങ്ങൾ ഈ ഇത് വരവേൽക്കും. അമ്മയുടെ ഭൂതഗണങ്ങൾ, നമ്മുടെ ഭൂതഗണങ്ങൾ, ഭദ്രകാളിയുടെ പിന്നെ ഭദ്രകാളിയല്ല, ഞങ്ങൾ കൊല്ലങ്ങളും ഇത് മുടക്കാതെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. എല്ലാ വർഷവും ഉണ്ടല്ലേ? എല്ലാ വർഷവും ഉത്സവത്തിന് കരിങ്കാലിക്കാവ്. ക്ഷേത്രാചാര പ്രകാരം ഭൂതഗണങ്ങളാക്കാൻ വേണ്ടി മുൻ തറവാട് കാരണവർ ആനമങ്ങാട്ട് നിന്ന് പെരുമണ്ണാൻ സമുദായാംഗങ്ങളെ ക്ഷണിച്ചു വരുത്തി ക്ഷേത്രത്തിന് ചുറ്റും താമസിപ്പിക്കുകയാണുണ്ടായത്. ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഓരോ കുടുംബങ്ങളിൽ നിന്നും ഇന്നത്തെ തലമുറ ഭൂതങ്ങളായി ക്ഷേത്രങ്ങളിൽ എത്തുന്നു. പ്രദക്ഷിണം ചെയ്ത് അരിയും പൂവുമിട്ട് തൊഴുത് കിരീടം വയ്ക്കുന്നതോടുകൂടി മനുഷ്യൻ ഭൂതമായി മാറും. തറവാട്ടമ്പലത്തിൽ തൊഴുത് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് അമ്മയെ വരവേൽക്കാനായി കരിങ്കാളിക്കാവിൽ അമ്മയുടെ നടയിലേക്ക്. വീടുകളിൽ നിന്നെത്തുന്ന ഭൂതങ്ങൾ ആൽത്തറ ചുവട്ടിൽ കളിച്ച് ചുവടുകൾ വെച്ച് ദേവിയുടെ സന്നിധിയിലേക്ക്. അവിടുന്ന് മാറ്റി നിർത്തേണ്ടതാണ്.
അവിടെ നിന്ന് ദേവിയെ ആചാരപൂർവ്വം ക്ഷണിച്ച് സ്വീകരിച്ച് തിരിച്ച് ആൽത്തറയിലെത്തി. ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ദേവിയുടെ മുന്നിൽ ഭൂതങ്ങൾ വീണ്ടും നിറഞ്ഞാടും. ഇത് വള്ളുവനാടിൻ്റെ ഉത്സവകാലങ്ങളുടെ തുടക്കം. അടുത്ത ഉത്സവത്തിന് വീണ്ടും കാണാമെന്നുള്ള ആഗ്രഹത്തോടെ ഭൂതങ്ങളെയും അമ്മയെയും വണങ്ങി ഞാൻ തിരിച്ച് ചേർത്തലയിലേക്ക്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ജയ് ഹിന്ദ്.